കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ രാജ്യത്തിന്റെ സംയുക്ത സൈനിക വിഭാഗം ശക്തമാണെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഭീഷണികളെ ചെറുക്കുന്നതിനും സൈന്യം സദാ ജാഗരൂകരാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് എവിടെയും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണെന്നും 2 ദിവസമായി രാജ്യത്തെ പുലർച്ചെയുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രമാണ് നടന്നതെന്നും പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. ദേശീയ ഗാർഡ്, സൈന്യം, പോലീസ്, കുവൈറ്റ് ഫയർഫോഴ്സ് എന്നിവയുമായി ഏകോപിപ്പിച്ച് എല്ലാ ഭീഷണികളെയും നേരിടാനും രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കാനും പൂർണ്ണ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് നാഷണൽ ഗാർഡ് വ്യക്തമാക്കി. രാജ്യത്തെ അക്രമങ്ങൾക്ക് പ്രത്യാക്രമണങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആയുധ അവശിഷ്ടങ്ങൾ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യരുതെന്നും അത്തരം സന്ദർഭങ്ങളിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജനങ്ങളുടെ സുരക്ഷയും രാജ്യത്തിന്റെ സംരക്ഷണവും നിലനിർത്തുന്നതിനു വേണ്ടി രാജ്യവും സൈന്യവും ജാഗരൂകരാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 12 ദിവസത്തോളമായി നടക്കുന്ന US-ഇറാൻ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഈ അറിയിപ്പെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.